സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർവീസ് പെൻഷൻകാർ താലൂക്ക് ഓഫീസിന് മുൻപിൽ പ്രകടനവും ധർണയും നടത്തി. പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DR കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ് അപാകത പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ ജില്ലാ കമ്മിറ്റി അംഗം കെ അനീഫ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെതിരായിട്ടുള്ള സമരമല്ല, നമ്മുടെ ജീവിക്കാനുള്ള അവകാശം നമുക്ക് സമയബന്ധിതമായി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് കേരളത്തിലെ 236 ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള സമരപരിപാടികൾ നടത്തുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ 22-23 കാലഘട്ടത്തിൽ ഇന്ന് വെച്ച എല്ലാ ഡിമാൻഡുകളും 8ഓളം സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 10-ാം തീയതി നമ്മളൊരു സമരം നടത്തിയിരുന്നു അല്ലേ? എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പടിക്കലും നമ്മൾ ഈ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് നമ്മൾ സമരം ചെയ്യുന്നു. നമ്മുടെ സമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരായ പെൻഷൻകാർ, ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ചിന്തിക്കുന്നത് പെൻഷൻകാർ വലിയൊരു സംഖ്യ വാങ്ങിക്കുന്നവരാണ് എന്ന രീതിയിലാണ് പത്രമാധ്യമങ്ങളും അതുപോലെയുള്ള സാംസ്കാരിക നായകന്മാരടക്കം കൊട്ടിഘോഷിക്കുന്നത് അല്ലേ? മാധ്യമ പ്രവർത്തകരും നമ്മുടെ പെൻഷൻകാർ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റിനെ അവരുടെ ഊറ്റിക്കുടിക്കുന്നവരാണെന്നുള്ള രീതിയിലാണ് അവർ പ്രസ്താവനകൾ നടത്തുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വെറും 11,500 രൂപയാണ് നമ്മുടെ മിനിമം പെൻഷൻ. ഏറ്റവും കൂടുതൽ 83,400. അത് എത്ര പേരുണ്ടാകും അല്ലേ? ജനങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇതുപോലെയുള്ള സമരങ്ങളിൽ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ പെൻഷൻകാരെ സംബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? നേരത്തെ ഇവിടെ നമ്മുടെ സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അതിനുവേണ്ടി കൂടിയാണ് ഇന്നത്തെ സമരത്തിൽ നമ്മൾ ഉന്നയിക്കുന്നത്. പിന്നുള്ള കാര്യം എസ്കേഷൻ പെൻഷൻകാർക്ക് അവർക്കും വളരെ തുച്ഛമായ കാശാണ് അവർ കിട്ടുന്നത്. നമുക്ക് സാധാരണ പെൻഷൻകാർക്ക് 10 വർഷം സർവീസ് കഴിഞ്ഞാൽ മിനിമം 11,500 കിട്ടുമ്പോൾ അവർക്ക് നാമമാത്രമായ സംഖ്യയാണ് അവർക്ക് ലഭിക്കുന്നത്. അതിനുള്ള അപാകതകൾ കൂടി പരിഹരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള അധിക പെൻഷൻ NAM അഷ്റഫ്, VK ജോഷി, സാംസ്കാരിക വേദി കൺവീനർ KM ബേബി, വനിതാ വേദി കൺവീനർ CC വത്സല, രക്ഷാധികാരി KK അപ്പുക്കുട്ടൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് CS ശ്രീകുമാർ, K രാജഗോപാലൻ, റാപ്പ് സെന്റ്, EF ബെന്നി, സിന്ധ ടീച്ചർ, TP റഹീം, PA മൊയ്തീൻ, സലീം രാജ്, PC പീതാംബരൻ, NA കുഞ്ഞുമൊയ്തീൻ, തങ്കരാജ് എന്നിവർ നേതൃത്വം നൽകി.